വേണ്ടി 3 ആളുകൾ ചന്ദ്രനിൽ പോയി. ആരൊക്കെ? കൂട്ടുകാരി, ചന്ദ്രനെ കുറിച്ചുള്ള കൊച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലൊരിടത്ത് പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന്റെ ചന്ദ്രനെ കാണുമ്പോൾ കലയോടും സന്തോഷമായിരുന്നു. അവന്റെ അമ്മ അവന്റെ രാത്രികാലങ്ങളിൽ ചോറ് വെക്കുന്നത് മനസ്സിൽ മുന്നിൽ നിൽക്കുന്ന ചന്ദ്രനെ കാണിച്ചിട്ടാണ്. അന്ന് ചന്ദ്രനെ വിളിക്കുന്നത് അന്തിനായിരുന്നു. രാത്രികാലങ്ങളിൽ അവൻ വീടിന് പുറത്തിറങ്ങി ആനന്ദിക്ക് നോക്കിക്കും. എന്തിനാണെന്നോ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്തിനാമനെ കാണാൻ വേണ്ടി. മനുഷ്യൻ ചന്ദ്രനിൽ കാലികുത്തതിന്റെ ഓർമ്മയാണ് ചന്ദ്രദിനം. 1969 ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രനിൽ കാലികുത്തിയത്. ഈ വിജയം ശാസ്ത്രലോകത്തെ ഒരു നാഴികക്കല്ലായിരുന്നു. നീലാംശ്രമാണ് ചന്ദ്രനിൽ ആദ്യം കാലികുത്തിയത്. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാലുകുത്ത്, എന്നാൽ മനോരാശിക്ക് വലിയ കുതിച്ചോട്ടവും എന്നാണ് നീലാംശ്രം പറഞ്ഞത്. ചന്ദ്രനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ചന്ദ്രദിനം അടുത്തപ്പോൾ അപ്പു ടീച്ചറോട് ചോദിച്ചു, ചന്ദ്രദിനം എന്തിനാണ് ആഘോഷിക്കുന്നത്? ടീച്ചർ പറഞ്ഞു, 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ് എന്ന ബഹിരാകാശ യാത്രികൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി. ആ ചരിത്ര നേട്ടം ഓർക്കാനാണ് ചന്ദ്രദിനം ആഘോഷിക്കുന്നത്. ഇത് കേട്ട അപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു, ഞാനും നന്നായി പഠിച്ചു. ഒരു ദിവസം ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്രനെ കളിച്ചു നോക്കാറില്ലേ? ശരിയാകണ വരെ കളിച്ചു നോക്കാറില്ലേ? അതേപോലെ തന്നെയാണ് പഠിക്കലും. ശരിയാകണ വരെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ. ചാന്ദ്രദിനം നമ്മുടെ ഈ വിദ്യാലയത്തിൽ നമുക്ക് നേതൃത്വം നൽകിയത് ആരാ? ഏത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് ആ ചാന്ദ്രദിനത്തിന് നേതൃത്വം നൽകിയത്? ോ